ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വളരെയധികം സൂപ്പർ അട്രാക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസ് ആണ്. പല ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഞാൻ അട്രാക്റ്റീവ് ആണോ, മറ്റുള്ള വ്യക്തികൾ എന്നെ നോക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പല രീതിയിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ റോട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സദസ്സിലൊക്കെ പോകുന്ന സമയത്ത്, ഇവൻറ്റ്സ് ആവട്ടെ, എന്ത് പരിപാടി ആവട്ടെ, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. വെറുതെ ചുമ്മാ ഒന്ന് നോക്കുന്നതല്ലാതെ നിങ്ങളിലോട്ട് ഒരു കൂടുതൽ സെക്കൻഡ്സ് അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ അട്രാക്റ്റീവ് ആണ് എന്നുള്ളത് പറയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ആരുമായിട്ട് ഇടപെടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണോ ആ വ്യക്തികൾ ട്രീറ്റ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ന് പറയുന്നത് വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് വളരെയധികം കെയർ ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുക, ഇടപഴകുക, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സൂപ്പർ അട്രാക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ധാരാളം കോംപ്ലിമെന്റ്സ് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനാണിത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലുക്കിനെ കുറിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ അപ്പിയറൻസ് ആവാം, എന്ത് തന്നെയാണെങ്കിലും അതിനെക്കുറിച്ചുള്ള കോംപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും. ഇനി ഇതുപോലെ തന്നെ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഞാൻ അത്ര അട്രാക്റ്റീവ് അല്ല എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഡെയിലി ചിന്തിക്കുന്നുണ്ടായിരിക്കും, എങ്ങനെയാണ് എൻ്റെ അപ്പിയറൻസ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക, അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ അത്ര അട്രാക്റ്റീവ് അല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങൾ വലുതായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു അട്രാക്റ്റീവ്നെസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ആളാണെങ്കിൽ തന്നെ നിങ്ങൾ കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കും, നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അട്രാക്റ്റീവ് അല്ലാത്ത ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കത്തില്ല. അവർ എല്ലാ കാര്യവും നെവർ മൈൻഡ് ആയിരിക്കും. എന്ത് വസ്ത്രം ധരിക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിലൊന്നും അവരത്ര ബോധേഡായിരിക്കത്തില്ല, നീറ്റായിരിക്കത്തില്ല, വൃത്തി ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ എപ്പോഴും സ്വയം കെയർ ചെയ്യുന്ന, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള, സെൽഫ് ലവ് ഉള്ള വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒന്നുകൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ അട്രാക്റ്റീവ് ആണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നിങ്ങളെ അംഗീകരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ അട്രാക്റ്റീവ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഏകദേശം 5 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 5 പോയിന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സൂപ്പർ അട്രാക്റ്റീവ് ആണെന്ന് പറയാം. ഇനി ഇതിൽ 2 or 3 പോയിന്റ്സ് ആണെങ്കിലും നിങ്ങൾ അട്രാക്റ്റീവ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഫിറ്റ്നസ്സിൽ കെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സിങ്ങിൽ നന്നായിട്ട് കെയർ ചെയ്യുക, കൂടുതൽ സെൽഫ് ലവ് അഫർമേഷൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് ലവ് അഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, സൗജന്യമായിട്ട് അയച്ചു തരാം. അത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. സോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.